അമേരിക്കയിൽ നടക്കുന്ന കോപ്പ അമേരിക്ക ഫുട്ബോളിൻ്റെ ഓപ്പണിംഗ് സെറിമണി കണ്ടവരുണ്ടോ? ഉദ്ഘാടന മത്സരത്തിന് മുമ്പ് പാസ്റ്റർ എമിലിയോ അഗ്യോറോ ഗ്രൗണ്ടിലിറങ്ങി പ്രാർത്ഥനയോടെ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് തുടക്കം കുറിച്ചു. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രസക്തമാണ്. അവൻ നമ്മെ സമാധാനത്തിലേക്കും വിവേകത്തിലേക്കും ക്ഷമയിലേക്കും വിളിച്ചു. വിശ്വസിക്കുക. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് എന്ന് അവൻ പറഞ്ഞു. പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാനും മഹത്തായ കാര്യങ്ങളിൽ വിശ്വസിക്കാനും എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കാനും ഈ വാക്കുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ എല്ലാ രാജ്യങ്ങളെയും, ഓരോ ടീമിനെയും, ഓരോ കായിക താരങ്ങളെയും, എല്ലാ പിന്തുണക്കാരെയും, അധികാരികളെയും, മുഴുവൻ കുടുംബത്തെയും ദൈവം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഖത്തർ ലോകകപ്പ് ഉദ്ഘാടന ചടങ്ങിൽ ഖുർആൻ പാരായണം ചെയ്തതിനാൽ ഇവിടെ പ്രബന്ധങ്ങൾ എഴുതിയവരും കായിക മത്സരങ്ങളിൽ മതം കലർത്തുന്നെന്ന് ആരോപിച്ചവരും ഈ സംഭവം അറിഞ്ഞിട്ടില്ല, അറിയുകയുമില്ല. അറിഞ്ഞാലും കായിക മത്സരങ്ങളിൽ മതം കലർത്തുന്നെന്ന ആക്ഷേപം അമേരിക്ക പോലൊരു രാജ്യം കേൾക്കേണ്ടിയും വരില്ല. എമിലിയോ അഗ്യോറോ നടത്തിയ പ്രാർത്ഥന മനോഹരമാണ്. ആളുകളുടെ നല്ലതിന് വേണ്ടി അയാളുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥന നടത്തുന്നു. അത്തരം വിശ്വാസങ്ങൾ ഓരോ മതങ്ങൾക്കുമുണ്ടാവും. അവരവർ പ്രാർത്ഥിക്കട്ടെ. അവരുടെ ദൈവത്തിന് അവർ നന്ദി പറയട്ടെ. മുസ്ലിങ്ങൾ അവരുടെ വിശ്വാസപ്രകാരം പ്രാർത്ഥിക്കുകയോ അവരുടെ ദൈവത്തിന് നന്ദി പറയുകയോ ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം? അങ്ങനെ പ്രശ്നം തോന്നുന്നതിൻ്റെ യഥാർത്ഥ പേരാണ് ഇസ്ലാമോഫോബിയ. ഇത്രയും എഴുതുമ്പോൾ ഇവിടെ എന്തിനാണ് മുഹമ്മദ് സിറാജിൻ്റെ ചിത്രം എന്ന് സംശയമുള്ളവരുണ്ടാകും. ഇന്നലെ ഇന്ത്യ T20 ലോകകപ്പിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി കിരീടം നേടിയ ഇന്ത്യൻ ടീം അംഗം മുഹമ്മദ് സിറാജ് വിജയത്തിൽ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. കഥ കഴിഞ്ഞു. സിറാജിന് നേരെ ഹിന്ദുത്വ സൈബർ ആക്രമണം നടക്കുകയാണ്. എന്തിനാണ് വിജയത്തിൽ മതം ചേർക്കുന്നെന്ന് ആരോപിച്ച് നവനാസ്തികരും നിഷ്പക്ഷരും ഈ അക്രമത്തിനൊപ്പം ചേരും. അവരാർക്കും ഇന്ത്യൻ താരങ്ങൾ ജയ് ശ്രീറാം പറയുന്നതോ പൂജ ചെയ്യുന്നതോ കുറിതൊടുന്നതോ പ്രശ്നമായി തോന്നുകയുമില്ല. ഇസ്ലാമോഫോബിയ അങ്ങനെയൊക്കെയാണ്.